ഹലോ ഫ്രണ്ട്സ്, ഐ എം നിഷ ഫ്രം നിസാസ് കിച്ചൺ. വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി നോക്കാം. പഴവും റൊട്ടിപ്പൊടിയും ഉപയോഗിച്ച് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇത്. റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നമ്മുടെ എല്ലാ അപ്ഡേറ്റ്സും റെഗുലറായിട്ട് കിട്ടാൻ വേണ്ടി ബെല്ലൈക്കോൺ പ്രസ് ചെയ്യുക. ആവശ്യമായുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പഴം 2 എണ്ണം, ഏത്തപ്പഴം ആയതുകൊണ്ട് ഞാൻ ഒരെണ്ണമേ എടുത്തിട്ടുള്ളൂ. നമുക്ക് ഏത് ടൈപ്പ് പഴം ഉപയോഗിച്ചും ഈ സ്നാക്ക് തയ്യാറാക്കാം. പിന്നെ ആവശ്യമുള്ളത് റൊട്ടിപ്പൊടി. ഞാൻ 2 കഷ്ണം ബ്രെഡ് അരികു കളഞ്ഞ ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് പൊടിച്ചെടുത്തതാണ്. തേങ്ങ ചുരണ്ടിയത് 5 ടേബിൾ സ്പൂൺ, പഞ്ചസാര 1 ടേബിൾ സ്പൂൺ, ബദാം 10 എണ്ണം ക്രഷ് ചെയ്തെടുത്തത്. ബദാം അല്ലെങ്കിൽ കാഷ്യൂനട്ട് ക്രഷ് ചെയ്തെടുത്താലും മതി. ഏലക്ക പൊടിച്ചെടുത്തത് 1/2 ടീസ്പൂൺ, നെയ്യ് 1 ടേബിൾ സ്പൂൺ, വറുക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ. ഇനി പ്രിപ്പറേഷൻ നോക്കാം. പഴം ആദ്യമായിട്ടൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. ഞാനൊരു വലിയ ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. റോബസ്റ്റയോ ഞാലിപ്പൂവനോ ഏത് പഴം വേണമെങ്കിലും ഉപയോഗിക്കാം. ചെറിയ പഴമാണെങ്കിൽ 2 3 എണ്ണം എടുക്കുക. ഏത് പഴമാണെങ്കിലും ആദ്യമേ ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. ഞാനിപ്പോൾ ഏത്തപ്പഴം പുഴുങ്ങി തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏത്തപ്പഴം കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഉൾഭാഗത്ത് നടുക്ക് വശത്തോടെയുള്ള കറുത്ത നാര് പോലെയുള്ള ഭാഗം റിമൂവ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. പുഴുങ്ങി കട്ട് ചെയ്തെടുത്ത ഏത്തപ്പഴം ഞാൻ കുറച്ച് വൈഡായിട്ടുള്ള ഒരു ബൗളിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. നമ്മൾ 5 ടേബിൾ സ്പൂൺ തേങ്ങയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതിൽ നിന്ന് ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് റൊട്ടിപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ 2 കഷ്ണം ബ്രെഡാണ് പൊടിച്ചെടുത്തത്. അതിൽ നിന്നും പകുതി ഇപ്പോൾ ചേർത്താൽ മതി. ബാക്കി നമുക്ക് ആവശ്യാനുസരണം ചേർത്ത് കുഴച്ചെടുത്താൽ മതി. ഇനി അടുത്തായിട്ട് ഇതിലോട്ട് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഏലക്ക 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഏത്തപ്പഴവും റൊട്ടിപ്പൊടിയും അതുപോലെ തന്നെ തേങ്ങ എല്ലാം കൂടെ നന്നായിട്ട് യോജിച്ച് വരണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്പൂൺ കൊണ്ടൊന്നും ഇളക്കിയെടുത്താൽ ശരിയാവില്ല. കൈകൊണ്ട് തന്നെ ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇതിലോട്ട് നമുക്ക് കുഴച്ചെടുക്കാനായിട്ട് വെള്ളമോ അതുപോലെ തന്നെ പാലോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ആ ഏത്തപ്പഴത്തിൻ്റെ ഒരു ചെറിയൊരു നനവ് മാത്രം മതിയാകും. അതുപോലെ തന്നെ നമ്മൾ നെയ്യും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ബാക്കിയിരിക്കുന്ന റൊട്ടിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. വീണ്ടും ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്യാം. നല്ലൊരു സോഫ്റ്റ് ഡോ ആയിട്ട് വരുന്നത് വരെ നമുക്കിത് മിക്സ് ആക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ബദാം ഇട്ട് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബദാം ഇല്ലെങ്കിൽ കാഷ്യൂനട്ട് ആണെങ്കിലും ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്താൽ മതി. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും നമുക്കിതിനെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ലാസ്റ്റ് നമ്മളിത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത് നമുക്ക് നല്ല ടൈറ്റായിട്ട് ഉരുള ഉരുട്ടി പിടിക്കാനായിട്ട് പറ്റണം. കുറച്ച് ലൂസായിട്ടോ മറ്റോ തോന്നുവാണെങ്കിൽ കുറച്ചുകൂടെ റൊട്ടിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇപ്പം നമ്മുടെ ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല സോഫ്റ്റായിട്ട് എല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിൻ്റെ മധുരം ഒന്ന് നോക്കാം. നമ്മൾ ഒരു പഴം മാത്രം ഉപയോഗിച്ച് ചെറിയ അളവിലാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ധാരാളം മതിയാകും. മാത്രമല്ല ഏത്തപ്പഴത്തിനും കുറച്ച് മധുരമുണ്ട്. ഇതിൽ നിന്നും ഇതുപോലെ ചെറിയൊരു പോർഷൻ മാവ് എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് നല്ല ടൈറ്റായിട്ട് ഉരുള ഉരുട്ടുക. ഒട്ടും സ്പേസ് ഇല്ലാതെ ഇതുപോലെ നല്ല ടൈറ്റായിട്ട് ഉരുള ഉരുട്ടിയിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കട്ട്ലറ്റിനൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന പോലെ ഇതുപോലെ റൗണ്ട് ഷേപ്പ് ആക്കുക. ഈ ഒരു ഷേപ്പിൽ തന്നെ വേണമെന്നില്ല. വേണമെങ്കിൽ നല്ല റൗണ്ട് ബോൾ ആക്കാം, അല്ലെങ്കിൽ ഫിംഗർ ഷേപ്പിൽ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് ബാക്കിയിരിക്കുന്ന മാവ് ഉപയോഗിച്ചിട്ടും ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാം. അതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു ഫ്രൈയിങ് പാനിൽ 5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് അധികം ഓയിലിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന മാവ് ഇട്ട് കൊടുക്കാം. ഇതൊരു മീഡിയം ഹീറ്റിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഓരോന്നും തമ്മിൽ മുട്ടാതെ ഇതുപോലെ അകത്തി ഇട്ട് കൊടുക്കുക. നമ്മൾ റൊട്ടിപ്പൊടി ചേർത്ത് ഉണ്ടാക്കുന്നതുകൊണ്ട് ഇതിൻ്റെ പുറകുവശം പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ ഇത് മീഡിയം ഹീറ്റിലിട്ടിട്ട് മാത്രം ഫ്രൈ ചെയ്യുക.
ഇപ്പോൾ ഇതിൻ്റെ വൺ സൈഡ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ മറിച്ചിട്ട് കൊടുക്കാം. രണ്ട് വശവും ഇതുപോലെ 1-2 പ്രാവശ്യം തിരിച്ചും മറിച്ച് വിട്ടിട്ട് നമുക്കിത് മൊരിയിച്ചെടുക്കാം. തിരിച്ചിട്ടതിന് ശേഷം നമുക്കിത് ലോ ഹീറ്റിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ രണ്ട് വശവും ആവശ്യത്തിന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതിനെ ഓയിലിൽ നിന്ന് കോരി മാറ്റാം. ഇതിനെ ഓയിലിൽ നിന്ന് കോരി ടിഷ്യൂ പേപ്പറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇതുപോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരണം. ഒരു വലിയ ഏത്തപ്പഴം ഉപയോഗിച്ചിട്ട് നമുക്കിപ്പോൾ 11 ഉണ്ടാക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പകുതിയാണ് നമ്മളിപ്പോൾ ഫ്രൈ ചെയ്തെടുത്തത്. ഇനി ബാലൻസ് ഓയിലിലേക്ക് നമുക്ക് ബാക്കി ഇരിക്കുന്നതും കൂടി ഇട്ട് ഫ്രൈ ആക്കി എടുക്കാം. വളരെ ഈസി ആയിട്ടുള്ള ഈ സ്നാക്കിൻ്റെ റെസിപ്പി നിങ്ങൾക്കെല്ലാം ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന, ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമുള്ള ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഫാമിലിയായിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അതുപോലെ എല്ലാ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മറക്കരുത്. താങ്ക്